ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഒരു ബി ഹോട്ടൽ ടാസ്ക് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇന്നലെ ടാസ്ക് തൂക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അനീഷാണ് എപ്പിസോഡ് തൂക്കിയത് കേട്ടോ. കാരണം രാത്രിയിലത്തെ ആ ഒരു കുത്തിയിരിപ്പ് സമരം, പിന്നെ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയത്, അതൊക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബിഗ് ബോസ് അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അത്രയും ഗസ്റ്റുകളുടെ അത്രയും കോണ്ടന്റുകളൊന്നും വർക്കൗട്ട് ആവാത്തതുകൊണ്ട് ഇതാണ് കാണിച്ചിരിക്കുന്നത്. അനീഷിന്റെ ഈ ഒരു കുത്തിയിരിപ്പ് സമരവും കാര്യങ്ങളും ഒക്കെയാണ് എപ്പിസോഡിനകത്താണെങ്കിലും അവസാന ഭാഗത്തായിട്ട് കാണിച്ചിരിക്കുന്നത് മൊത്തം. പിന്നെ ശോഭ മാപ്പ് പറഞ്ഞതാണേലും എല്ലാം കണ്ടന്റുകൾ വന്നത് ഫുൾ അനീഷിന്റെ ഭാഗത്തു നിന്നുമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഡ്യൂട്ടീസ് നല്ല രീതിയിലാണ് കേട്ടോ അനീഷ് ചെയ്തത്. റൂം ഡ്യൂട്ടി വളരെ മികച്ച രീതിയിലാണ് അനീഷ് ചെയ്തത്. എന്നിട്ട് പോലും അനീഷിന് ആ ഒരു പോയിന്റ് കൊടുക്കാതിരുന്നത് വളരെ മോശമായി പോയി. അപ്പോ എനിക്ക് തോന്നുന്നത് നോമിനേഷൻ പവർ തിരിച്ചു കിട്ടാത്തതിന്റെ പേരിലല്ല അനീഷ് ആ ഒരു കുത്തിയിരിപ്പ് സമരവും കാര്യങ്ങളൊക്കെ നടത്തിയത്. ആ ഒരു ടാസ്ക് അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ട് പോലും പോയിന്റ് കൊടുക്കാതിരുന്നതിന്റെ ഒരു പ്രതിഷേധമായിരുന്നിരിക്കാം അനീഷിന്റേത്. അപ്പോ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷാണ് ഈ ഒരു ടാസ്ക് ശരിക്കും തൂക്കിയത്. ടാസ്ക് മനസ്സിലാക്കി ചെയ്തത് അനീഷാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അനീഷും ഷാനവാസും അവരുടെ ആ ഒരു ടീമാണ് ഈ ഒരു ടാസ്ക് മനസ്സിലാക്കി ചെയ്തത്. പിന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലില് ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോട്ടലില് ഗസ്റ്റ് വന്നിട്ട് അവിടുത്തെ റൂം ബോയുടെ കോംബോ പിടിക്കാൻ നോക്കുന്ന ഒരു പരിപാടിയൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാകത്തില്ല. ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, പിന്നെ മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ പറയുന്നു, സ്റ്റാച്ചു പറയുന്നു. അപ്പോ അതൊന്നും ഒരു റീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അനീഷിന് ആ ഒരു പോയിന്റ് കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുക്കാതിരുന്നതാണ്, മനഃപൂർവ്വം കൊടുക്കാതിരുന്നതാണ്. എന്തായാലും ഇന്ന് ലക്ഷ്മിക്കിട്ടുള്ള പണിയുമായിട്ട് റിയാസ് സലീം വരുന്നുണ്ട് കേട്ടോ. പ്രോമോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടു തന്നെ അറിയാം എന്താവും ഏതാവും എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.